നമസ്കാരം, ലാവൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ചപ്പാത്തിയാണ്, ചീര ചപ്പാത്തി. അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചീര അതിൻ്റെ ചെറിയ തണ്ടോട് കൂടി കഴുകി നല്ല ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കുറച്ച് വെള്ളത്തിൽ ഒന്ന് ചെറിയ ചൂടാവാൻ വേണ്ടി ഗ്യാസ് കത്തിച്ച് വെച്ചതാണിത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി, അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മതി. ഇതാ കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയാൽ മതി. ഇനി ഇതിന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് നന്നായി സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. ഈ വെള്ളം നമ്മൾ കളയേണ്ട ആവശ്യമില്ല. കുഴക്കാൻ വേണ്ടിയിട്ട് വെള്ളം ആവശ്യമാണെങ്കിൽ ഈ വെള്ളം തന്നെ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഞാൻ ഒരു വലിയൊരു ബൗൾ എടുത്തിട്ടുണ്ട് ചപ്പാത്തി കുഴക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ ഒന്ന് ജസ്റ്റ് ചൂടാക്കി വെച്ച ചീര നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഈ ബൗളിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് ഉപ്പും വെളിച്ചെണ്ണയും ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ചപ്പാത്തി നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക, അതുപോലെ തന്നെ ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ 1.5 കപ്പ് ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ 1/2 കപ്പ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ 1 കപ്പ് പൊടി ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമാണെങ്കിൽ 1/2 കപ്പ് പൊടി കൂടി ചേർത്തിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. സാധാരണ ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ തന്നെ നന്നായി കുഴച്ചെടുക്കുക. എപ്പോഴും ഒരുമിച്ച് നമ്മൾ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാൻ പാടില്ല, കുറച്ചായി ഇട്ട് കൊടുത്തിട്ട് വേണം നമുക്ക് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കയ്യിലൊക്കെ ഒന്ന് പറ്റി പിടിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കയ്യിലൊന്ന് വെളിച്ചെണ്ണ തടകിയിട്ട് നമുക്ക് കുഴച്ച് കൊടുത്താൽ മതി. അങ്ങനെ ഞാൻ ചപ്പാത്തി നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്, നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ 1 മണിക്കൂർ അങ്ങ് അടച്ചു വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. ഞാൻ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നൊന്നുമില്ല, പെട്ടെന്ന് തന്നെ പരത്തി ചുട്ടെടുക്കുകയാണ്. ഇനി നമുക്ക് ചപ്പാത്തി പരത്തിയെടുക്കാം. ഞാൻ ഇവിടെ ചെറിയ ബോൾസാണ് എടുത്തിരിക്കുന്നത്, ചെറിയ ചപ്പാത്തിക്ക് വേണ്ടിയിട്ട്. വലിയ ചപ്പാത്തി ആണെങ്കിൽ വലിയ ബോൾസ് എടുത്താൽ മതി. ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി വിതറിയിട്ട് അതിൽ ഇട്ട് നമുക്ക് പരത്തിയെടുക്കാം. പൊടി ഇതുപോലെ വിതറിക്കഴിഞ്ഞാൽ നമുക്ക് ചപ്പാത്തി ഈ പലകയിൽ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. അങ്ങനെ ചപ്പാത്തി പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. തവ ഞാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചപ്പാത്തി ഇട്ട് കൊടുക്കാം. നല്ല ചൂടായ തവയിലേക്ക് വേണം നമ്മൾ ചപ്പാത്തി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ നമുക്ക് നല്ല സോഫ്റ്റ് ചപ്പാത്തി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇത് ഒരു വശം നന്നായി പൊങ്ങി വരുമ്പോൾ നമുക്കത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നമുക്ക് ചപ്പാത്തി വാങ്ങി വയ്ക്കാം. അങ്ങനെ ഞാൻ എല്ലാ ചപ്പാത്തിയും ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ചപ്പാത്തി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടൊന്നുമില്ല, എന്നിട്ട് പോലും നമുക്ക് നല്ല ചപ്പാത്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ലതായിരിക്കും, കാരണം ചീരയൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് വളരെ ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് ചീരക്ക് പകരം പാലക്ക് വെച്ചിട്ട് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ ബീട്രൂട്ട്, ക്യാരറ്റ് ഇവയൊക്കെ കൊണ്ട് നമുക്ക് നല്ല ചപ്പാത്തി ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ.